ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സിസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വേറൊരു മുട്ടായി വീട്ടിലുണ്ടാക്കാനായിട്ട് നോക്കിയാണ്. അതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഗാലക്സി ഫ്ലൂട്ട്സ് ആണ് ഞാനിന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. കാണാൻ ആ ഒരു സെയിം ആണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ വീട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ മാക്സിമം കൊടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്, നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. ടേസ്റ്റൊക്കെ ഏതാണ്ട് അതേപോലൊക്കെ തന്നെ ഉണ്ടേനി കേട്ടോ. ഒന്നുകിൽ ഗാലക്സി ഫ്ലൂട്ട്സ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ചോക്ലേറ്റ് സിഗരറ്റ്സ് എന്ന് വിളിക്കുക. അങ്ങനെ എന്തും നിങ്ങൾക്ക് ഇതിന് പേരിടാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോണതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബാറ്റർ റെഡിയാക്കണം. അതിനായിട്ട് ആദ്യം ഞാനൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയും പിന്നെ 1/2 കപ്പ് കോൺഫ്ലോറും 1/2 കപ്പ് മൈദപ്പൊടിയും എല്ലാം 1/2 കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. അതെല്ലാം ഇതിലേക്കായിട്ട് ഇട്ട് കൊടുത്തേണ്. പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര വേണം. പഞ്ചസാര ഏതാണ്ട് ഒരു 3 ടേബിൾ സ്പൂണോളം വേണം. അതും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ബേക്കിംഗ് സോഡയാണ് ചേർത്തിട്ടുള്ളത്. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഉണ്ടാവും. പിന്നെ ഒരു മുട്ടയും കുറച്ച് കൊക്കോ പൗഡറും, 1 ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഡാർക്ക് ആയതുകൊണ്ടാണ് ഇത്ര മാത്രം എടുത്തത്. ലൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇത്തിരി ആയിട്ട് വെള്ളം ഒഴിച്ച് ഇത് നല്ല പോലെ ഒരു ബാറ്റർ ആക്കിയിട്ട് മിക്സ് ആക്കി എടുക്കുക. നമ്മളിപ്പോൾ ഈ പാൻ കേക്ക്സിനൊക്കെ ചെയ്യൂലേ, ഏതാണ്ട് അതുപോലെ വേണം ഇതിൻ്റെ ബാറ്റർ ഉണ്ടാവാനായിട്ട്. അത്ര തിക്കും അല്ല എന്നാൽ അത്ര ലൂസും അല്ല, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ആക്കിയെടുക്കേണ്ടത്. അതിന് ശേഷം ഈ ബാറ്ററിലേക്ക് മുട്ടൻ്റെ സ്മെല്ലൊന്ന് പോകാൻ വേണ്ടി കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ദോശത്തവയോ അങ്ങനെ എന്തെങ്കിലും ഒരു നോൺ സ്റ്റിക്ക് പാന് ചൂടാക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ ബാറ്ററാണ് കേട്ടോ ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് അത് ഇതുപോലെ സ്ക്വയർ ആക്കിയിട്ട് വേണം പരത്തി കൊടുക്കാൻ. എന്നാൽ നമുക്കിത് ചുരുട്ടിയെടുക്കുമ്പോൾ നല്ല സുഖമായിട്ട് കിട്ടും. ഒന്ന് ആയിക്കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കുക. 2 സൈഡ് ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്കത് വേഗം എടുത്ത് മാറ്റണം. ഇത് പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയിട്ട് പോട്ടോ. അതിന് മുന്നേ നമ്മൾ റൗണ്ടിൽ കുഞ്ഞ് സിലിണ്ടർ പോലെ അത് ചുരുട്ടിയെടുക്കണം. ഉള്ളിലൊരു സ്ട്രോ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് കിട്ടും. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബാറ്റർ വെച്ചിട്ടും ഇങ്ങനെ കുഞ്ഞ് ദോശ ഉണ്ടാക്കിയെടുക്കുക. വല്ലാതെ സൈസ് ആക്കണ്ട. അങ്ങനെ ആക്കുമ്പം നമ്മുടെ ഈ ഫ്ലൂട്ട്സിനും കുറച്ചും കൂടെ വലുപ്പമായിട്ട് പോകും. അപ്പം 1 ടേബിൾ സ്പൂൺ ബാറ്റർ എടുത്താൽ തന്നെ മതി. ഇത്രയും വലുപ്പത്തിൽ നമുക്ക് ആക്കിയിട്ട് കിട്ടും. നല്ല തിന്നായിട്ട് വേണം കേട്ടോ ഇത് പരത്താൻ. ഇപ്പം നമുക്ക് വേണ്ടത്ര ഫ്ലൂട്ട്സ് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പം തന്നെ ഇത് നല്ല ക്രിസ്പി ഉണ്ട് കേട്ടോ. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഇനി ക്രിസ്പിനെസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒന്നുകിൽ അവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ ചെയ്യുക. ആദ്യം ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ റിങ് വെച്ചിട്ട് അതിൻ്റെ മേലേക്കായിട്ടൊരു പ്ലേറ്റ് വെച്ച് കൊടുക്കണം. എന്തെങ്കിലും വലുപ്പമുള്ളൊരു പാത്രം വെച്ചാൽ മതിയേ. എന്നിട്ട് പിന്നെ നമ്മൾ ഈ ആക്കിയിട്ടുള്ള ആ ഫ്ലൂട്ട്സ് ഉണ്ടല്ലോ, അത് മുഴുവൻ ഇതിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കുറച്ച് സമയം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇതിൽ പഞ്ചസാരയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല പോലെ തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടും. നമുക്ക് ഒരു 5-6 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ ഈ സമയം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്ന ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആവശ്യം കഴിഞ്ഞപ്പം അതേപോലെ ഫ്രീസർക്ക് എടുത്ത് വെച്ചതിനി അതിപ്പോൾ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ ഫ്ലൂട്ട്സ് കുറച്ചൊന്നായിന് കേട്ടോ. അങ്ങനെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞാൽ തുറന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. മീൻസ് ഇങ്ങനെ ഒന്ന് ചെരിച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ ഭാഗം നല്ല പോലെ നന്നായിട്ട് വരും. ചോക്ലേറ്റ് ഗനാഷ് ആക്കിയിട്ടാണ് നമ്മളിത് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് പോണത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 50 ഗ്രാം ക്രീം എടുത്തിട്ടുണ്ട്. ഇത് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ യൂസ് ചെയ്യുക. അത് ചുടുവെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് മെൽറ്റാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. ചൂടൊന്ന് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വിസ്ക് കൊണ്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊരു ഇത്തിരി കട്ടിയായിട്ടും വരും. അങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയെന്നുള്ളത്. ഇത്തിരി തിക്കായിട്ടാണിത് വേണ്ടത്. നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് മെൽറ്റായിട്ട് വരുകയും വേണം, എന്നാൽ കുറച്ച് തിക്കായിട്ട് ഇരിക്കുകയും വേണം. ആ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുക.
ഗനാഷ് ഞാനിപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഫ്ലൂട്ട്സും ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഗനാഷ് ആ ഫ്ലൂട്ട്സിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഇനി ഇത് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. എല്ലാം ഇങ്ങനെ ഉള്ളിലേക്കാക്കിയിട്ട് പ്രസ് ചെയ്തിട്ട് ഫില്ല് ചെയ്താൽ മതി. അപ്പം നല്ലപോലെ ആയിട്ട് കിട്ടും. അല്ലാതെ നമ്മൾ സ്പൂൺ വെച്ചിട്ടൊക്കെ ചെയ്യാൻ നോക്കിയാൽ ഭയങ്കര മെസ്സി ആയിട്ട് പോകും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ ഇപ്പോൾ എല്ലാത്തിൻ്റെ ഉള്ളിലും ഞാൻ ഗനാഷ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രീസറിലേക്കാണ് വെക്കാനായിട്ട് പോണേ, നല്ല കട്ടിയായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഏകദേശം ഒരു മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക. പിന്നെ നമുക്ക് ചോക്ലേറ്റ് വേണം. ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്, മോഡേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ. അതിൽ നിന്നൊരു ചെറിയ പീസ് എടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഈ ചോക്ലേറ്റിൽ നമ്മൾ നേരത്തെ ആക്കിയിട്ടുള്ള ഫ്ലൂട്ട്സ് ഡിപ്പ് ചെയ്തിട്ട് എടുക്കണം. അത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഷീറ്റും റെഡിയാക്കിയിട്ടുണ്ട്, OHP ഷീറ്റ്. പിന്നെ ഈ ആക്കിയിട്ടുള്ള ഫ്ലൂട്ട്സ് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ഈ മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ചോക്ലേറ്റിൽ കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ OHP ഷീറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്ലൂട്ട്സ് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു ഡിസൈൻ കാണുന്നുണ്ട്, വര പോലെ. അപ്പം അതേപോലെ തന്നെ ആയിട്ടില്ല എന്നുണ്ടെങ്കിലും സെയിം ആക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി. മുഴുവനായിട്ടും ഇതുപോലെ വരഞ്ഞ് കൊടുത്താൽ തന്നെ ഏതാണ്ട് ആ ഒരു ഡിസൈനായിട്ട് നമുക്ക് കിട്ടും. ഇപ്പം നമ്മുടെ ഫ്ലൂട്ട്സ് മുഴുവനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും ഫ്രീസറിലേക്ക് വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി അധിക സമയമൊന്നും വെക്കണ്ട, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് വെച്ചാൽ തന്നെ ചോക്ലേറ്റ് നല്ല സെറ്റായിട്ട് വരും. അതിനുശേഷം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഫ്ലൂട്ട്സ് സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കല്ലേ ചെയ്യൽ. അപ്പം അതിൻ്റെ ആ ഒരു സെയിം പെർഫെക്ഷനൊന്നും കിട്ടൂല. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എന്തായാലും അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക്. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് റെപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കറക്റ്റ് അതുപോലെ ഇല്ലല്ലോ എന്നൊന്നും പറയണ്ട. ഞാൻ ഒന്നാക്കി നോക്കിയതാണ്, നമുക്ക് കഴിയുമോ എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇതാ കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിൽ ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റായിട്ട് കിടക്കുന്നത് കൊണ്ട്, പിന്നെ ആ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ നേരത്തെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്, അത് നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ. പുറത്ത് നല്ല ചോക്ലേറ്റും, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഏതാണ്ട് ആ ഫ്ലൂട്ട്സിൻ്റെ ടേസ്റ്റൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്